നമസ്കാരം, ഞാൻ ഡോക്ടർ ആനന്ദ് കുമരോത്ത്, കാരിത്താസ് ആശുപത്രിയിലെ അഡ്വാൻസ്ഡ് ആർത്രോസ്കോപ്പി ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി സീനിയർ കൺസൾട്ടൻ്റാണ്. ഈ അടുത്ത് കാരിത്താസ് ആശുപത്രിയിൽ മധ്യ കേരളത്തിലെ ആദ്യ സ്പോർട്സ് ഇഞ്ചുറി ആൻഡ് അഡ്വാൻസ്ഡ് ആർത്രോസ്കോപ്പി ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആരംഭിക്കുകയുണ്ടായി. സ്പോർട്സ് മെഡിസിൻ എന്ന ശാസ്ത്രശാഖയെക്കുറിച്ച് നമുക്ക് ഇന്ന് അല്പം മനസ്സിലാക്കാം. ലോകമെമ്പാടും ആരോഗ്യ സംരക്ഷണ രംഗത്തും കായിക രംഗത്തും കഴിഞ്ഞ പതിറ്റാണ്ടിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ നിരവധിയാണ്. ഒരു ശരാശരി മലയാളിയെ ഇത്തരം മാറ്റങ്ങൾ വളരെയധികം സ്വാധീനിച്ചു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ ഇന്ന് കാണുന്ന എണ്ണത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ടർഫുകൾ, ജിംനേഷ്യങ്ങൾ, സ്പോർട്സ് സ്കൂളുകൾ എന്നിവ. ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളുടെ സ്വാധീനം, സോഷ്യൽ മീഡിയ ഇവയെല്ലാം തന്നെ മലയാളിയുടെ കായിക സംസ്കാരത്തെ വളരെയധികം മാറ്റിമറിച്ചു. ഒരു റിക്രിയേഷണൽ അഥവാ വിനോദം എന്നതിലുപരി സ്പോർട്സിനെ സീരിയസായി സമീപിക്കുന്ന ഒരു യുവതലമുറയെ ഇന്ന് കാണാൻ സാധിക്കും. പ്രായഭേദമന്യേ തന്നെ എല്ലാവരും തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ ഈ വ്യായാമം, കായിക വിനോദങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരിക്കുകളെ പ്രതിരോധിക്കാനും അവയെ ചികിത്സിക്കാനുമുള്ള സൗകര്യങ്ങൾ ഇന്ന് കേരളത്തിൽ ഉണ്ടോ? ഈ ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ഇതിനുള്ള ഒരു ഉത്തരമാണ് സ്പോർട്സ് മെഡിസിൻ എന്ന നൂതന ശാസ്ത്രശാഖ. എന്താണ് സ്പോർട്സ് മെഡിസിൻ? വ്യായാമം, ശരീരചലനങ്ങൾ, കായിക വിനോദങ്ങൾ ഇവയെല്ലാവുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്ന പരിക്കുകളെ പ്രതിരോധിക്കാനും വന്നു ചേർന്ന പരിക്കുകളെ കാര്യക്ഷമമായി ചികിത്സിക്കാനും ഉള്ള ഒരു ശാസ്ത്രശാഖയാണ് സ്പോർട്സ് മെഡിസിൻ. സ്പോർട്സ് മെഡിസിൻ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ശാസ്ത്രശാഖയല്ല, ഇതൊരു ടീം വർക്കാണ്. അതായത് ഈ സ്പോർട്സ് മെഡിസിൻ എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അഡ്വാൻസ്ഡ് ആർത്രോസ്കോപ്പിക് സർജറികളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർത്രോസ്കോപ്പിക് സ്പോർട്സ് സർജൻ, ഒരു സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ്, ഒരു സ്പോർട്സ് ഫിസിയാട്രിസ്റ്റ്, സ്പോർട്സ് ന്യൂട്രീഷനിസ്റ്റ്, സ്പോർട്സ് സൈക്യാട്രിസ്റ്റ്, കൈനീസിയോളജിസ്റ്റ്, എക്സസൈസ് മെഡിസിൻ പ്രാക്ടീഷണർ ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ടീമാണ് ഒരു സ്പോർട്സ് മെഡിസിൻ ടീം. ഇതിനെ പല ഭാഗങ്ങളായിട്ട് ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല. ഈ സ്പോർട്സ് മെഡിസിൻ കായിക താരങ്ങൾ, അതായത് പ്രൊഫഷണൽ അത്ലീറ്റ്സിന് വേണ്ടി മാത്രമാണോ എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായും അല്ല. ആക്ച്വലി സ്പോർട്സ് മെഡിസിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞുവല്ലോ, ശരീരചലനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പരിക്കുകൾക്കെല്ലാം സ്പോർട്സ് മെഡിസിൻ എൻ്റെ പരിധിയിൽ അത് വരുന്നതാണ്. അപ്പോൾ വൈകുന്നേരം ഒരു തമാശയ്ക്ക് വേണ്ടി പന്ത് കെട്ടാൻ ഇറങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ തുടങ്ങി ഈവനിങ് വാക്കിന് പോകുന്ന മധ്യവയസ്കരായ ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ബാഡ്മിൻ്റൺ ഗെയിമിന് ഇറങ്ങുന്ന എക്സസൈസിന് വേണ്ടി പ്രായമായുള്ള ആൾക്കാർ, ഇവരെല്ലാവരും തന്നെ സ്പോർട്സ് മെഡിസിൻ്റെ പരിധിയിൽ യഥാർത്ഥത്തിൽ വരുന്നുണ്ട്. ഇനി എന്തെല്ലാം പരിക്കുകളാണ് ഈ സ്പോർട്സ് മെഡിസിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി നമ്മൾ സാധാരണയായി കാണുന്നത്? അതിന് ഉത്തരം പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ഈ സ്പോർട്സ് മെഡിസിൻ പരിക്കുകളെ പ്രധാനമായിട്ടും സബ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അസ്ഥികൾക്കുണ്ടാകുന്ന പരിക്കുകൾ, മാംസപേശികൾക്കുണ്ടാകുന്ന പരിക്കുകൾ, കാർട്ടിലേജിനുണ്ടാകുന്ന പരിക്കുകൾ, ലിഗമെൻറ്റുകൾക്കും മുട്ടിനകത്ത് ഇപ്പോൾ മെനിസ്കസ് എന്ന് പറയുന്ന ബുഷ് അതിനുണ്ടാകുന്ന പരിക്കുകൾ, ഷോൾഡറിനകത്താണെങ്കിൽ ഈ മെനിസ്കസ് എന്നതിന് പകരം ഇക്വലൻ്റായിട്ട് ലേബ്രം എന്ന് പറയുന്ന ഒരു ബുഷ് പോലെയുള്ളൊരു സാധനമുണ്ട്, അതിനുണ്ടാകുന്ന പരിക്കുകൾ. അങ്ങനെയുള്ളൊരു കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോണുകൾക്കുണ്ടാകുന്ന പരിക്കുകൾ, പ്രധാനമായിട്ടും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എല്ലുകൾക്കുണ്ടാകുന്ന ഒടിവുകളാണ് ഏറ്റവും പ്രധാനമായി കണ്ടുവരുന്നത്. ചിലപ്പോൾ പ്രത്യേകിച്ച് പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെ ഫ്രാക്ചറുകളുണ്ടാകും. സ്ട്രെസ് ഫ്രാക്ചേഴ്സ് എന്നാണ് അവയെ പിടിക്കുക. റിപ്പിറ്റേറ്റീവ് ഓവർ ആക്ടിവിറ്റി എന്നുള്ള ഒരു കാരണമാണ് ഈ സ്ട്രെസ് ഫ്രാക്ചറുകൾക്ക് കാരണമായിട്ടുള്ളത്. ഒപ്പം തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, മറ്റ് ചില എല്ലുകളെ ദുർബലമാക്കുന്ന കാരണങ്ങൾ ഇവ കായിക താരങ്ങൾക്കോ വ്യായാമത്തിൽ ഏർപ്പെടുന്നവർക്കോ ഉണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞ ഫ്രാക്ചറുകൾ ഉണ്ടാവാറുണ്ട്. ഇനി മാംസപേശികളുടെ പരിക്കെടുക്കാം. വളരെ സാധാരണയായി കണ്ടുവരുന്ന അക്യൂട്ട് മസിൽ സോർനെസ്, വീണ്ടും സാധാരണയായി കണ്ടുവരുന്ന വേറൊരു പരിക്കാണ് ഡിലേഡ് ഓൺസെറ്റ് മസിൽ സോർനെസ്. ഇത്തരം പരിക്കുകളാണ് ഏറ്റവും സർവ്വസാധാരണമായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അതുകൂടാതെ മാംസപേശികൾക്കുണ്ടാകുന്ന ഭാഗികമായോ പൂർണ്ണമായോ ഉണ്ടാകുന്ന
കീറലുകൾ, അതായത് ടെൻഡൻ റപ്ചേഴ്സ്, ഹാംസ്ട്രിങ്, ക്വാഡ്രിസെപ്സ് ഇവയൊക്കെയാണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. ഷോൾഡറിലെ ടെൻഡൻസും അതിൽ ഉൾപ്പെടാറുണ്ട്. ഇതാണ് മാംസപേശികളുടെ പരിക്കുകൾ. തരുണാസ്ഥി അഥവാ കാർട്ടിലേജിനുണ്ടാകുന്ന പരിക്കുകൾ പൂർണ്ണമായും പ്രൊഫഷണൽ അത്ലറ്റുകൾക്ക് മാത്രമല്ല ഇതുണ്ടാകുന്നത്. വീക്കെൻഡ് വാരിയേഴ്സ് എന്നറിയപ്പെടുന്ന, അതായത് പ്രത്യേകിച്ചൊരു വാമപ്പ് ഇല്ലാതെ ഒരു വീക്കെൻഡിൽ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു സമയത്ത് പെട്ടെന്നൊരു കായിക വിനോദത്തിൽ ഒരാൾ ഏർപ്പെടാൻ തുനിയുകയാണെങ്കിൽ ജോയിൻറ്റുകൾക്കുണ്ടാകുന്ന പരിക്കുകൾ പലപ്പോഴും തരുണാസ്ഥി അഥവാ കാർട്ടിലേജിൻ്റെ പരിക്കുകളിലേക്ക് നയിക്കുന്നു. അത് ഏത് ജോയിൻറ്റിൻ്റെ കാർട്ടിലേജിനെയും ഇൻവോൾവ് ചെയ്യാവുന്നതാണ്. അടുത്തായി ഉണ്ടാകുന്ന ലിഗമെൻറ്റുകൾക്കുള്ള പരിക്കുകൾ. ഏറ്റവും കോമൺ ആയിട്ടുള്ള പരിക്കുകൾ ലിഗമെൻറ്റുകൾക്കും മാംസപേശികൾക്കുമാണ് ഉണ്ടാവാറ്. ലിഗമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സന്ധികളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുന്നത്, അതിൻ്റെ സ്മൂത്തായിട്ടുള്ള ഫങ്ഷനുകളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ലിഗമെൻറ്റുകളുടെ ഇൻറ്റഗ്രിറ്റിയാണ്. ലിഗമെൻറ്റുകൾ വേണം, നോർമൽ ലിഗമെൻറ്റുകൾ വേണം. മുട്ടിനകത്തുണ്ടാകുന്ന വളരെ സുപരിചിതമാണ് എല്ലാവർക്കും ACL അല്ലെങ്കിൽ ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ് എന്ന ലിഗമെൻറ്റിൻ്റെ പരിക്ക്. ഷോൾഡറിലുണ്ടാകുന്ന ലിഗമെൻറ്റുകളുടെ പരിക്ക്, അതുമൂലം ഷോൾഡർ നിരന്തരം തെന്നിപ്പോവുക അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ ഉണ്ടാവുക, ഇവയെല്ലാം അതിൽ വരുന്നു. ഇതുകൂടാതെ ജോയിൻറ്റുകൾ ഭാഗികമായോ പൂർണ്ണമായോ ലിഗമെൻറ്റ് ഇഞ്ചുറി കാരണം കൊണ്ട് തെന്നിപ്പോവാറുണ്ട്. ഒപ്പം തന്നെ മെനിസ്കസ്, അതായത് മുട്ടിനകത്തുള്ള വാഷറുകൾ, അവയുടെ കീറലുകൾ, ചില കീറലുകൾ വളരെ ഭാഗികമായിരിക്കും, ചിലത് വളരെ പൂർണ്ണമായ ബക്കറ്റ് ഹാൻഡിൽ ടയർ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിലുള്ള അങ്ങനെയുള്ള ടയറുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പുറമെ ഞരമ്പുകളെയും പലപ്പോഴും സ്പോർട്സ് ഇഞ്ചുറി ബാധിക്കാറുണ്ട്. അതായത് കാർപ്പൽ ടണൽ സിൻഡ്രോം അല്ലെങ്കിൽ ക്യൂബിറ്റൽ ടണൽ സിൻഡ്രോം, ഇതെല്ലാം റിപ്പിറ്റേറ്റീവായിട്ടുള്ള ഓവർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഓവർ യൂസ് കാരണം ഞരമ്പുകൾക്കുണ്ടാകുന്ന ക്ഷതങ്ങളാണ്. അത് പലപ്പോഴും കായിക താരങ്ങളെ നമ്മളുടെ അടുത്തേക്ക് എത്തിക്കാറുണ്ട്. അടുത്തൊരു പ്രസക്തമായ ചോദ്യം പലപ്പോഴും ഉയർന്നു കേൾക്കാറുള്ളത്, എല്ലാ സ്പോർട്സ് ഇഞ്ചുറി പരിക്കുകൾക്കും ശസ്ത്രക്രിയ അഥവാ ഓപ്പറേഷൻ ആവശ്യമാണോ? തീർച്ചയായും അല്ല. സ്പോർട്സ് ഇഞ്ചുറിയുടെ ഡെഫിനിഷനിൽ തന്നെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തൊരു കാര്യമാണ് ഈ പരിക്കുകളെ പ്രതിരോധിക്കുക എന്നതുകൂടി സ്പോർട്സ് മെഡിസിൻ്റെ ഭാഗമാണ്. അപ്പോൾ പരിക്കുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അത്ലറ്റിനെ അതിനുവേണ്ടി സജ്ജമാക്കുക അല്ലെങ്കിൽ അത് പ്രധാന ഭാഗമാണ്. പരിക്കുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ പരിക്കിൻ്റെ ഗൗരവം അനുസരിച്ചാണ് അതിലെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. പല പരിക്കുകളും ഒരു വ്യക്തമായിട്ടുള്ള ഡയഗ്നോസിസിന് ശേഷം ഫിസിയോതെറാപ്പി, അതിനുശേഷമുള്ള റീഹാബിലിറ്റേഷൻ, ഇടയ്ക്ക് ഉള്ള ചില ലഘുവായ വിശ്രമം എന്നിവ കൊണ്ട് തന്നെ ഭേദമാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ സങ്കീർണമായ പരിക്കുകൾ സ്ട്രക്ചറലായിട്ട് നേരത്തെ പറഞ്ഞ ജോയിൻറ്റുകൾക്കോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്ട്രക്ചേഴ്സിന് മാംസപേശികൾക്കോ മറ്റും ഉണ്ടാകുന്ന പരിക്കുകൾ, അവയ്ക്ക് മാത്രമാണ് ആക്ച്വലി സർജറി ആവശ്യമായിട്ടുള്ളത്. അടുത്തതായിട്ട് സ്പോർട്സ് മെഡിസിൻ ചികിത്സ ഒരു ജനറൽ ഓർത്തോപീഡിഷ്യൻ്റെ പരിധിയിൽ വരുന്നതാണോ? പലപ്പോഴും കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. സ്പോർട്സ് മെഡിസിൻ ശസ്ത്രക്രിയകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സങ്കീർണമായ ആർത്രോസ്കോപ്പിക് ശസ്ത്രക്രിയകളാണ് ഭൂരിഭാഗവും. അപ്പോൾ ഒരു സ്പോർട്സ് താരങ്ങളെ ചികിത്സിച്ചുള്ള പരിചയം, അതിലുള്ള പ്രത്യേക പരിശീലനം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളിലുള്ള പരിചയം എന്നിവ ഇത്തരം ട്രീറ്റ്മെൻറ്റിന് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് സ്പോർട്സ് മെഡിസിൻ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ശാസ്ത്രശാഖയായിട്ട് വളർന്നു വന്നിട്ടുള്ളത് തന്നെ. ചികിത്സയിലുണ്ടാകുന്ന കാലതാമസം ഇത്തരം പരിക്കുകളുടെ ട്രീറ്റ്മെൻറ്റ് റിസൾട്ടിനെ ബാധിക്കുമോ? പ്രസക്തമായൊരു ചോദ്യമാണ്. തീർച്ചയായും. ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു ജോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മാംസപേശിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫൈനൽ ഔട്ട്കം അഥവാ അതിൻ്റെ റിസൾട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് എത്ര നേരത്തെ അത് ഡയഗ്നോസിസ് ചെയ്യുന്നു, അതായത് രോഗനിർണയം ചെയ്യുന്നു, എത്ര നേരത്തെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നതിനെ വളരെയധികം അത് സ്വാധീനിക്കുന്നുണ്ട്. എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആൾക്കാർ തന്നെ പലപ്പോഴും വെരി അൺഫോർച്ചുനേറ്റ്ലി അശാസ്ത്രീയമായ പല ട്രീറ്റ്മെൻറ്റ് രീതികളും പിന്തുടരാറുണ്ട്. ഇത് വളരെ വിലപ്പെട്ട സമയം അവരുടെ നഷ്ടപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, അവർക്ക് സെക്കൻഡറി ഇഞ്ചുറീസ് അതായത് തുടർ പരിക്കുകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഇഞ്ചുറികൾ ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ് ACL എന്ന മുട്ടിനകത്തുള്ള ലിഗമെൻറ്റ് വളരെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഇഞ്ചുറിയാണ്. അതിന് പരിക്ക് പറ്റിയ ഒരാളാണെന്നിരിക്കട്ടെ, മുട്ട് തെന്നുന്നു, ഡോക്ടറുടെ അടുത്ത് വരുന്നു. സാധാരണഗതിയിൽ
ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് പൂർണ്ണമായും പൊട്ടിപ്പോയാൽ അതിനുള്ള ശാസ്ത്രീയമായ പ്രതിവിധി താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി അതിനെ വീണ്ടും അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഓപ്പറേഷൻ എന്ന ആ പദത്തോടുള്ള ഭയം കാരണം പലരും വേറെ അശാസ്ത്രീയ ട്രീറ്റ്മെൻറ്റുകൾക്കും മറ്റും പോകുന്നു. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി മുട്ട് സബ്ലക്സേറ്റ് ചെയ്യുന്ന, അതായത് തെന്നിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഓരോ പ്രാവശ്യം രണ്ടാമതും ഇതുപോലെ തെന്നിക്കൊണ്ടിരിക്കുമ്പോൾ മുട്ടിനകത്തുള്ള ആദ്യത്തെ ഇഞ്ചുറിയിൽ യാതൊരു പരിക്കും സംഭവിക്കാത്ത കാർട്ടിലേജ്, മെനിസ്കസ് അഥവാ മുട്ടിനകത്തുള്ള വാഷർ എന്നിവയ്ക്കൊക്കെ തുടർ പരിക്കുകൾ അല്ലാതെ സെക്കൻഡറി ഇഞ്ചുറീസ് ഉണ്ടാകുന്നു. അത് വളരെയധികം മുട്ടിൻ്റെ പ്രൊഗ്നോസിസ് അഥവാ ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ടിനെ വളരെയധികം ബാധിക്കുന്നൊരു ഘടകമാണ്. മുട്ടിനകത്തുള്ള വാഷറുകൾക്ക് ഉണ്ടാകുന്ന പരിക്ക് ചികിത്സിക്കാനായിട്ട് കാലതാമസം നേരിട്ട് കഴിഞ്ഞാൽ വളരെയധികം തേയ്മാനം വളരെ ഏർലി ഏജിൽ തന്നെ മുട്ടിൽ വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇത് വളരെയധികം പഠനങ്ങൾ വഴിയും നമ്മളുടെ എക്സ്പീരിയൻസിൽ വളരെയധികം കണ്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് കാലതാമസം ഇല്ലാതെ രോഗനിർണയവും യഥാർത്ഥ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൊടുക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്.